പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഒത്തിരി നാളായിരിക്കും നിങ്ങൾ എൻ്റെ സ്വരം കേട്ടിട്ട്. എത്രയും അനാരോഗ്യത്തിൽ കഴിയുന്ന കാലം, പക്ഷേ ഏറ്റവും ഫലദായകമായ കാലം. രക്തച്ചനം ഒരുമിച്ച് കാലുകളിലും മറ്റും പലവിധ വേദനയോടെ സെമിനാരി ഭവനത്തിൻ്റെ മുഖവാരം കടന്ന് പോർട്ടിക്കോ. നന്നായി വേദനിക്കുന്ന കാലിൽ ഇടിച്ച് നടന്നു. കുത്തനെ താഴെ ദൂരെ മറക്കിൾ മരം. സൂക്ഷ്മദൃക്കായ അച്ഛൻ പഴങ്ങൾ കണ്ട് താഴെ ഇറങ്ങി പഴങ്ങൾ പറിച്ചെടുത്തു ബ്രദേഴ്സിന് കൊടുക്കുവാൻ. തിരിച്ചു വരും വഴി ഒരച്ഛനെ ഹലോ എന്ന് തുടങ്ങി ഓമന പേരുകളിൽ വിളിച്ചു. ചാപ്പലിന് മുന്നിലുള്ള ചെടികൾക്കിടയിൽ ഒരു തൊട്ടാവാടി പൂത്തു നിൽക്കുന്നു. ഇനി അവൻ പെരുകും അസ്ഥാനത്താണ് നിൽക്കുന്നത്. ഉച്ച കഴിഞ്ഞ് ജോലി സമയത്ത് പറിക്കാം. ഞാൻ ശ്രമിച്ചു നോക്കി, വിരലിന് ബലം തോന്നിയില്ല. അമ്മ കണ്ടിരുന്നെങ്കിൽ പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ എത്ര ചെടി നട്ട കൈ, പുണ്യമുള്ള കയ്യ. അതാ മാതാവിൻ്റെ കപ്പേളയിൽ ഒരമ്മാമ്മ. അച്ഛന്മാരെ അമ്മാമ്മ വിളിച്ചു. അച്ഛന്മാരെ കണ്ടിരുന്നെങ്കിൽ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതേയുള്ളൂ. ഞങ്ങൾ അമ്മാമ്മയുടെ അടുത്തെത്തി. വീട് വെഞ്ചരിച്ചപ്പോൾ ദീപം തെളിച്ച 2 തിരികൾ. വീട് കിട്ടാൻ പ്രാർത്ഥന സമർപ്പിച്ച മാതാവിനുള്ളതെന്ന് ഇന്നലെയാണ് ഓർത്തത്. ഇന്ന് അതാണ് കത്തിച്ചത്. മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി മറ്റൊരെണ്ണം നാളെയും കത്തിക്കും. എന്നും അമ്മാമ്മ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മാതാവിനും ഔസേപിതാവിനും സമർപ്പിക്കുന്ന ജപമാലകൾ, പ്രാർത്ഥനകൾ, മരിച്ച അച്ഛന്മാർക്കും മറ്റും വേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥനകൾ എല്ലാം വിവരിച്ച അമ്മൂമ്മയോട് ബ്രദേഴ്സിനെ ആരാധനയ്ക്കൊരുക്കാനും ക്ലാസ്സിനുമുള്ള സമയമായി എന്ന് പറഞ്ഞ് പോരുമ്പോൾ ഇവയെല്ലാം പങ്കുവയ്ക്കാം എന്ന സന്തോഷത്തിൽ ഞാൻ പോന്നു. നമ്മൾ ഒരു മുഖമാണ്, ഒരു ഉപമയാണ്, ഒരു കഥയാണ്, ഒരു വിളിയാണ്, വെറും അൽഗരിതമല്ല. ഈശോ അനുഗ്രഹിക്കട്ടെ.